ഇതുപോലെയുള്ള 2 വെളുത്ത പാവയ്ക്ക കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ മേടിച്ചുകൊണ്ട് വരുന്നതല്ലേ, അപ്പോഴത്തേനും അത് നന്നായിട്ട് കഴുകിയെടുക്കണം. ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇനി ഇതിന് പകരം കാന്താരി ഉണ്ടെങ്കിൽ അതായാലും മതി. ഒരു 2.5 ടേബിൾ സ്പൂൺ ഉപ്പ്, കല്ലുപ്പാണ് ഏറ്റവും നല്ലത്. കുറച്ച് വിനാഗിരി, അത് ഒഴിക്കുമ്പം പറയാം. ഏത് പാത്രത്തിലാണോ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൽ ഇടാനായിട്ടുള്ള വെള്ളം എടുത്ത് ഉപ്പ് കല്ലിട്ട് തിളപ്പിച്ച് വെക്കണം. ഇനി ഈ പാവയ്ക്ക നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് ഒന്നുകിൽ വട്ടത്തിലരിയാം, അല്ലെങ്കിൽ ഇങ്ങനെ നീളത്തിലരിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള നീളത്തിലത് മുറിച്ചെടുക്കാം. ഞാൻ ഇപ്പം ഇതുപോലെയാണ് അരിഞ്ഞെടുക്കുന്നത്. ഒത്തിരി കനം വേണ്ട, എന്നാൽ തീരെ കനം കുറയ്ക്കുകയും വേണ്ട. ഇത് അതിൻ്റെ അകത്തെ കുരുവൊന്നും കളയുന്നില്ല. ഇതധികം മൂപ്പുള്ള പാവയ്ക്കയല്ല, അതുകൊണ്ട് ഇത് മുഴുവൻ നമുക്ക് ഇതുപോലെ മുറിച്ചെടുക്കാം. ഇനി മുളക് നമുക്ക് ഇതുപോലെ വിടിയിക്കണമെന്നില്ല, 4ആയിട്ട് കീറിയെടുക്കാം. ഇതുപോലെ എടുക്കാം. ഈ പാവയ്ക്ക നമുക്കൊന്ന് ആവി കയറ്റി ഒരു 3/4 വേവിലെടുക്കണം. സ്റ്റീമറിൽ വെച്ച് നമുക്ക് ആവി കയറ്റാം. വെള്ളം തിളച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം വേവ് വരും. നമുക്ക് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റായി. നമുക്കിതൊന്ന് നോക്കാം. ഞാനൊരു 3-4 പ്രാവശ്യം ഇളക്കിയിട്ട് കൊടുത്താണ്. ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ മേളിൽ ഇരിക്കുന്നതിന് അടിയിലത്തെ അങ്ങ് വെന്തും പോകും, മേളിൽ ഇരിക്കുന്നത് വേഗാതെയും വരും. ഇതെങ്ങനെ വെന്തോന്ന് നോക്കാവേ. ഇതെങ്ങനെ മുറിഞ്ഞ് വന്നാൽ മതി. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. Cook with Sophie, sharing 40 years experience. പാവയ്ക്ക നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഉപ്പുവെള്ളവും ചൂടാറിയിരിക്കുവാണ്. ഇനി നമുക്കിത് കുപ്പിയിലാക്കാം. കുപ്പിയിലേക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മുളക് അരിഞ്ഞതും ചേർക്കാം. തിളപ്പിച്ച ഉപ്പുവെള്ളം, അത് ചെറു ചൂടായാലും കുഴപ്പമില്ല, നന്നായിട്ട് ആറിയില്ലെങ്കിലും ചെറു ചൂടാണേലും കുഴപ്പമില്ല. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ചൂടുണ്ടെങ്കിൽ ഇത് ചൂടാറിയിട്ടേ അടച്ചു വെക്കാവുള്ളൂ. എനിക്കിപ്പോൾ അങ്ങനെ ചൂടില്ല, അതുകൊണ്ട് ഞാനിത് അടച്ചു വെക്കുവാണ്. ഇനി ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുക്കാം. അതായത് ഇതിൻ്റെ ബാക്കി റിസൾട്ട് അന്നേരം കാണിക്കാം. ഇത് ചില്ലുകുപ്പിയിൽ തന്നെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നന്നായിട്ട് അടച്ചു വെക്കണം. അതായത് എയർ ടൈറ്റ് ആയ കുപ്പിയിൽ വേണം ഇത് അടച്ച് സൂക്ഷിക്കാൻ. 5 ദിവസം മുമ്പ് നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇനി ഒന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിങ്ങനെ അടിവരെ ഒന്നും മിക്സ് ചെയ്യാൻ പറ്റിയല്ല. നമ്മുടെ പാവയ്ക്ക ഉപ്പിലിട്ടത് റെഡിയായി. ഇനി നമുക്ക് ഇതൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇതിൻ്റെ വെള്ളവും പാവയ്ക്കായും മുളകും കൂടെ ഒന്ന് കഴിച്ച് നോക്കണം. ചോറിനും കഞ്ഞിക്കും ഒക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു ഉപ്പിലിട്ടതാണ് ഈ പാവയ്ക്ക. ഇതിന് സാധാരണ പാവയ്ക്കയുടെ കയ്പൊന്നുമില്ല. ഈ എരിവും വിനാഗിരിയുടെ പുളിയും പാവയ്ക്കയുടെ ആ കമർപ്പും എല്ലാം കൂടെ കൂടുമ്പം വളരെ നല്ലൊരു രുചിയാണ്. ഇത് പാവയ്ക്ക കയ്പാണെന്നോർത്ത് നിങ്ങളിത് ചെയ്യാതിരിക്കരുത്. തീർച്ചയായും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്ര നല്ല ടേസ്റ്റിലുള്ള ഒരു പാവയ്ക്ക ഉപ്പിലിട്ടതാണ്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.